most important factors in a society. It is knowledge society now. It was not knowledge society 50 years ago, 100 years ago. Now, knowledge has become the most important asset of a society, much more than wealth. And for this reason, we have to think twice before we blindly adopt the principles from the other systems. തുഞ്ചൻ പറമ്പിന് തത്തേ വരൂ, പഞ്ചവർണ്ണ കിളിത്തത്തേ കുഞ്ചന്റെ കച്ചമണികൾ കൊത്തു കൊഞ്ചിക്കുഴഞ്ഞൊരു തത്തേ പൂവിൻ കഥ പാടി മണിവീണകൾ മീട്ടിയതത്തെ സങ്കൽപ്പ സ്വർഗ സംഗീതം തീർത്ത ചങ്ങമ്പുഴയുടതത്തെ ഹായ് ഹായ് ഹായ്. 6 പതിറ്റാണ്ടോളം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിറഞ്ഞുനിന്ന അധ്യാപകൻ, ഗവേഷകൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡർ പ്രൊഫസർ എ. സുകുമാരൻ നായർ, ASN. ബ്രൂണറെയും ഗാർഡ്നറെയും ബെഞ്ചമിൻ ബ്ലൂമിനെയും ശിക്ഷണ കൊണ്ട് ആശ്ലേഷിച്ച വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞൻ, എഡ്യൂക്കേഷണൽ സൈക്കോമെട്രിയുടെ ആദ്യകാല പ്രയോക്താവ്, സംഗീതവും ചരിത്രവും ഗണിതവും വിദ്യാഭ്യാസത്തോടൊപ്പം പ്രണയിച്ച ഇന്റർ ഡിസിപ്ലിനേറിയൻ, മലയായിൽ റോയൽ എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനായിരുന്ന തിരുവനന്തപുരത്തെ കുളത്തൂർ സ്വദേശി പി. അച്യുതൻ നായരുടെയും ശാസ്തമംഗലം സ്വദേശിയും സംഗീതജ്ഞയുമായിരുന്ന SJ ഭാർഗവിയമ്മയുടെയും കനിഷ്ഠപുത്രനായി 1930 ആറ്റിങ്ങലിൽ ജനനം. പാർവണേന്ദു സമവദനേ അംബപാഹി പർവതനന്ദി. ജീവിതത്തിന്റെ ഭൂരിഭാഗവും തിരുവനന്തപുരം നഗരത്തിൽ ജീവിച്ചെങ്കിലും ബാല്യ യൗവനങ്ങൾ ചെലവിട്ട ആറ്റിങ്ങൽ ASNന്റെ ഹൃദയത്തുടിപ്പായിരുന്നു. വാഹിനി തട നിവാസിനി കേസരി വാഹനേ ദിദി. ആറ്റിങ്ങൽ കുന്നുവാരം UPSലും തുടർന്ന് ആറ്റിങ്ങൽ ഹയർ ഗ്രേഡ് ഇംഗ്ലീഷ് സ്കൂളിലുമായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1945 ESLC പരീക്ഷ വിജയിച്ച ശേഷം താമസം തിരുവനന്തപുരത്തേക്ക് മാറ്റി. ഇതിനകം ചിത്രകലയിലും ശാസ്ത്രീയ സംഗീതത്തിലും പഠനം നടത്തി. തിരുവനന്തപുരത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് ചേർന്ന് 1 വർഷം പൂർത്തിയായപ്പോൾ അത് ഉപേക്ഷിച്ച് യൂണിവേഴ്സിറ്റി കോളേജിൽ ഗണിതശാസ്ത്രത്തിൽ BScക്ക് ചേർന്നു. ഡോക്ടർ S. പരമേശ്വരൻ, ഡോക്ടർ US നായർ എന്നീ പ്രഗത്ഭമതികളുടെ കീഴിൽ പഠിച്ചു. തുടർന്ന് MScക്ക് ചേർന്നെങ്കിലും അത് പൂർത്തിയാക്കാതെ ജോലി തേടി. സാൽവേഷൻ ആർമി സ്കൂൾ, തുണ്ടത്തിൽ മാധവവിലാസം സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിൽ അധ്യാപകനായി. അന്ന് ടീച്ചർ എഡ്യൂക്കേഷൻ ഡിഗ്രി നിർബന്ധമല്ലാത്ത കാലമായിരുന്നു. 1956 തിരുവനന്തപുരത്തെ ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിൽ നിന്ന് BT ഡിഗ്രി പൂർത്തിയാക്കി.
പിന്നീട് ഗവേഷണ ഗൈഡായി സ്വീകരിച്ച ഡോക്ടർ NB പിള്ളയുമായി BT ക്ലാസുകളിലൂടെ ആദ്യമായി പരിചയപ്പെട്ടു. ആയിരത്തി 1959 വിവാഹിതനായ ശേഷം MSc പൂർത്തിയാക്കി. തുടർന്ന് ബോംബെയിലെ ഹിൽ ഗ്രേഞ്ച് സ്കൂളിൽ അധ്യാപകനായി. താമസിയാതെ നാട്ടിലേക്ക് മടങ്ങി. കാട്ടു പത്തനാപുരം എന്നറിയപ്പെട്ടിരുന്ന കുഗ്രാമത്തിൽ പുതുതായി ആരംഭിച്ച മൗണ്ട് ടാബോർ ട്രെയിനിങ് കോളേജിൽ ലെക്ചററും വൈസ് പ്രിൻസിപ്പലുമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കരിയർ ആരംഭിച്ചു. 5 വർഷം നീണ്ടുനിന്ന B.Ed അധ്യാപനത്തിനിടയിൽ കേരള സർവകലാശാലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് 1ാം റാങ്കോടുകൂടി M.Ed കരസ്ഥമാക്കി. മ്യൂസിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിംഗിൽ ആയിരുന്നു പ്രശസ്തമായ M.Ed പ്രബന്ധം. ഇടയ്ക്കൊരു വർഷം കോഴിക്കോട് സർവകലാശാലയിൽ സേവനമനുഷ്ഠിച്ചതൊഴികെ 15 വർഷത്തോളം കേരള സർവകലാശാലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ തൻ്റെ ഏറ്റവും മികവുറ്റ അക്കാഡമിക് പ്രവർത്തനങ്ങൾ ASN നടത്തി. What is the assumption? If there is poor learning, only the student is responsible. Is it a correct assumption? Only the student is responsible for poor learning? I will go to the other extent of saying only the teacher is responsible. That's a famous question. Why mathematics is considered to be the most difficult subject? In the American universities there was a discussion. One professor stood up and said, because it is taught by unprofessional teachers. പഠിപ്പിക്കാൻ അറിഞ്ഞുകൂടാത്ത ആളുകളാണ് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നതിൽ വലിയ ഭാഗം. അധ്യാപനത്തിലും ഗവേഷണത്തിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഔട്ട്റീച്ച് പ്രോഗ്രാമുകളിലും വ്യാപൃതനായി ലെക്ചറർ റീഡർ തസ്തികകളിലാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചത്. 1972 ഡോക്ടർ NB പിള്ളയുടെ മേൽനോട്ടത്തിൽ നടത്തിയ ഗവേഷണത്തിന് കേരള സർവകലാശാല PhD ബിരുദം നൽകി. നോൺ വെർബൽ ഗ്രൂപ്പ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ് എന്നായിരുന്നു വിഷയം. കേരള സർവകലാശാലയിൽ കമ്പ്യൂട്ടർ അപഗ്രഥനം ഉപയോഗിച്ച സോഷ്യൽ സയൻസിലെ ആദ്യ PhD പ്രബന്ധം കൂടിയായിരുന്നു ഇത്. ഈ കാലഘട്ടത്തിൽ ഫുൾ ബ്രൈറ്റ് ഫെല്ലോ ആയി അമേരിക്കയിലും കോമൺവെൽത്ത് ഫെല്ലോ ആയി UK-യിലെ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിലും ASN പരിശീലനം പൂർത്തിയാക്കി. അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ചെലവിട്ട കാലത്ത് വിദ്യാഭ്യാസ രംഗത്തെ അതികായന്മാരായ NL ഗേജ്, ബെഞ്ചമിൻ ബ്ലൂം, LJ ക്രോൺബാക്ക്, ഏണസ്റ്റ് ഹിൽഗാർഡ് എന്നിവരുമായി സമ്പർക്കത്തിൽ വന്നു. NL ഗേജ് തുടർന്നുള്ള 2 പതിറ്റാണ്ടോളം ASNന്റെ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകനായി തുടർന്നു. കേരള സർവകലാശാല വിദ്യാഭ്യാസ വകുപ്പിൽ ചെലവിട്ട കാലം 30 സൈക്കോളജിക്കൽ ടെസ്റ്റുകളാണ് ASN രൂപകൽപ്പന ചെയ്തത്. 22 PhD പ്രബന്ധങ്ങൾക്ക് ASN മേൽനോട്ടം വഹിച്ചു. അതിൽ ആദ്യത്തേത് ഡോക്ടർ മേഴ്സി എബ്രഹാമിൻ്റേതായിരുന്നു. പ്രബന്ധം മുഴുവനായി പുസ്തകമായി സർവകലാശാല തന്നെ പ്രസിദ്ധീകരിച്ച ആദ്യ പ്രബന്ധമെന്ന ഖ്യാതി ഡോക്ടർ മേഴ്സിയുടെ പ്രബന്ധത്തിനായിരുന്നു. ASN അവസാന PhD പ്രബന്ധത്തിന് മേൽനോട്ടം വഹിച്ചത് അദ്ദേഹത്തിൻ്റെ 80ാം വയസ്സിലായിരുന്നു. 1974 ഒരു വർഷവും തുടർന്ന് 1980 മുതൽ 1983 വരെയും ASN കോഴിക്കോട് സർവകലാശാലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ റീഡർ, പ്രൊഫസർ, ഹെഡ്
ഡീൻ എന്നീ തസ്തികകളിൽ സേവനമനുഷ്ഠിച്ചു. മാസ്റ്റർ ഓഫ് കോളേജ് ടീച്ചിങ് MCT എന്ന പുതുമയാർന്ന കോഴ്സ് ഇക്കാലത്താണ് ആരംഭിച്ചത്. കോഴിക്കോട് സർവകലാശാലയിൽ 6 പേരുടെ PhDക്ക് ഗവേഷണ മേൽനോട്ടം വഹിക്കുവാനും ASN സാധിച്ചു. 1983 ASN കമ്മീഷണർ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന തസ്തികയിൽ നിയമിതനായി. ഇന്നത്തെ SCRTയുടെ ഡയറക്ടർ സ്ഥാനത്തിന് തുല്യമായിരുന്നു ആ പദവി. 2 വർഷം കൊണ്ട് 140 പാഠപുസ്തകങ്ങൾ ഫോട്ടോ കമ്പോസിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആദ്യമായി കളർ പ്രിന്റിങ്ങിൽ പുതുമയോടെ പുറത്തിറക്കി. ആയിരത്തി 1986 ASN മാതൃ സർവകലാശാലയിൽ പ്രോ വൈസ് ചാൻസലറായി നിയമിതനായി. അക്കാഡമിക് സ്റ്റാഫ് കോളേജ് സ്ഥാപിച്ചതിലും ഫ്യൂച്ചർ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ചതിലും അദ്ദേഹം നിർണായകമായ പങ്ക് വഹിച്ചു. കോളേജുകളിൽ നിന്നും പ്രീ ഡിഗ്രി വേർപെടുത്താൻ ശുപാർശ ചെയ്ത വൈസ് ചാൻസലേഴ്സ് കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി എന്ന നിലയിൽ ASN ധാരാളം എതിർപ്പുകൾ നേരിട്ടു, വിചാരണ ചെയ്യപ്പെട്ടു. എന്നാൽ പ്രസ്തുത വേർപെടുത്തലിനെ എതിർത്തവർ തന്നെ 1 പതിറ്റാണ്ടിനുള്ളിൽ അത് സമ്പൂർണമായി നടപ്പിലാക്കിയതും ചരിത്രം. കേരള സർവകലാശാലയുടെ സുവർണ ജൂബിലിക്ക് അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയെ സർവകലാശാലയിൽ എത്തിക്കുന്നതിൽ ASN സുപ്രധാനമായ പങ്ക് വഹിച്ചു. റിട്ടയർമെന്റിന് ശേഷം തിരുവനന്തപുരത്ത് പ്രവർത്തനമാരംഭിച്ച രാജീവ് ഗാന്ധി സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ, സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സ്ഥാപനത്തിൻ്റെ പ്രഥമ ഡയറക്ടറും തുടർന്ന് ചെയർമാനുമായി. ഈ സ്ഥാപനം 1994 രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയായി രൂപാന്തരം പ്രാപിച്ച് അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് ഉയർന്നു. 1992 ASN MG സർവകലാശാലയുടെ 3ാമത് വൈസ് ചാൻസലറായി നിയമിതനായി. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പകരം സർവകലാശാല തന്നെ സെൽഫ് ഫിനാൻസിംഗ് വ്യവസ്ഥയിൽ അനേകം സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് അദ്ദേഹം നേതൃത്വം നൽകി. സർവകലാശാലയുടെ 1ാം ഘട്ട അടിസ്ഥാന വികസനവും പൂർത്തിയാക്കി. എതിർപ്പുകളെ സൗമ്യമായും ജനാധിപത്യപരമായും നേരിട്ടുകൊണ്ട് ASN മുന്നോട്ടു പോയി. 1995 അദ്ദേഹം വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് വിരമിച്ചു. പദവികളിൽ നിന്ന് വിരമിച്ച ശേഷം 25 വർഷത്തോളം അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് സജീവമായിരുന്നു. If it is of proper quality, how will it change the system of education? Because after all, research is a method of improving the quality of education itself, isn't it? Whatever level, right from pre-primary to the highest levels. What is its likely contribution to the upgradation of standards? That's one question. If it is not doing its assigned duty properly, what will happen to the field of education? 1996 ആരംഭിച്ച വിദേശ സർവകലാശാലയുടെ കോളേജ്
ട്രാവൻകൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രതീക്ഷിച്ച വിജയം കൈവരിച്ചില്ല. നീണ്ടകാല പ്രതിസന്ധികൾ നേരിടേണ്ടതായും വന്നു. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ASN പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. നാക്കിൻ്റെ പ്രഥമ റിപ്പോർട്ടും അസസ്മെന്റ് പാരാമീറ്റേഴ്സും അദ്ദേഹം എഴുതിയുണ്ടാക്കി. കേരളത്തിൽ കേന്ദ്ര സർവകലാശാലയ്ക്കായി യത്നിച്ചു. വിജയം കാണാനായില്ലെങ്കിലും 2 പതിറ്റാണ്ടിനു ശേഷം വന്ന കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ ആദ്യ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അദ്ദേഹം അംഗമായിരുന്നു എന്നത് കൗതുകം. കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ നിലവിൽ വരുന്നതിന് 15ഓളം വർഷങ്ങൾക്ക് മുമ്പ് അത്തരത്തിലൊരു കൗൺസിൽ തുടങ്ങാൻ ആവശ്യമായ കരട് ബിൽ അദ്ദേഹം തയ്യാറാക്കി സർക്കാരിന് നൽകുകയുണ്ടായി. നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ 2005-ൽ ASNനെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി അനുമോദിച്ചു. DPEPക്കെതിരായുള്ള പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിൽ നിന്ന ASN പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെതായ ആശയങ്ങൾ നടപ്പിൽ വരുത്തുവാൻ കഴിഞ്ഞില്ല. എന്നാലും വിദ്യാഭ്യാസ രംഗത്തുള്ള അനേകം വേദികളിൽ പ്രഭാഷണങ്ങൾ നൽകിയും ക്ലാസ് എടുത്തും സാംസ്കാരിക രംഗത്തും സജീവമായി അദ്ദേഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ദീർഘകാലം അധ്യാപകനുമായിരുന്നു, സമാന്തരമായി ഭരണാധികാരിയുമായിരുന്നു. ഇതിൽ അധ്യാപക വൃത്തിയാണോ ഭരണ നേതൃത്വം വഹിച്ച ആ പ്രവൃത്തിയാണോ അങ്ങേക്ക് കൂടുതൽ സംതൃപ്തി നൽകിയിട്ടുള്ളത്? ഞാൻ അതിനെപ്പറ്റി പല പ്രാവശ്യം നേരത്തെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് രണ്ടും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്നാണ്. കാരണം ഒരു വിദ്യാഭ്യാസത്തിലെ ഭരണാധികാരി എന്ന് പറയുമ്പോഴത്തേക്ക് സെക്രട്ടേറിയറ്റിലെ ഭരണാധികാരി അല്ലത്. അത് ഈസ് ഓൾസോ ഒരു ടീച്ചർ തന്നെയാണ്. അല്ലെങ്കിൽ മറ്റുള്ള അധ്യാപകരെ നന്നായിട്ട് പഠിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു അധ്യാപകൻ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം. അമേരിക്കൻ സർവകലാശാലകളുടെ പ്രസിഡൻസ്, നമ്മുടെ ഇവിടുത്തെ വൈസ് ചാൻസലർക്ക് പകരം പ്രസിഡൻസാണ്. അവരെപ്പറ്റി പറയുന്നത് ആൻ അക്കാഡമിക് ഹു ഹാസ് സാക്രിഫൈസ്ഡ് ഹിസ് അക്കാഡമിക്സ് സോ ദാറ്റ് അതർ അക്കാഡമിക്സ് ക്യാൻ ഫങ്ഷൻ സക്സസ്ഫുള്ളി എന്നാണ്. ഇതാണ് അതിൻ്റെ നിർവചനം. അതാണ്. അപ്പോൾ ഒരു ടീച്ചറുമാണ്. ടീച്ചർ എന്നുള്ള നിലയ്ക്ക് അവരുടെ പ്രശ്നങ്ങൾ എനിക്കറിയാമെന്നുള്ളത് കൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെ കുറെ കൂടി മെച്ചമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് ഭരണാധികാരി. അപ്പോൾ രണ്ടും ഐ എൻജോയ്ഡ് ബോത്ത്. ടീച്ചറാവുന്നത് വളരെ സന്തോഷമാണ്, അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ളതും അതുപോലെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. 75-ാം വയസ്സിൽ ASNന്റെ പ്രിയ ശിഷ്യരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്ന് നടത്തിയ ഗുരുദക്ഷിണ അദ്ദേഹത്തിന് ഏറെ സന്തോഷം ലഭിച്ച വേളയായിരുന്നു. കുടുംബാംഗങ്ങളുമായും 3-ാം തലമുറയും 4-ാം തലമുറയുമായും സല്ലപിച്ചും ജീവചരിത്രങ്ങൾ വായിച്ചും കർണാടക സംഗീതം ആസ്വദിച്ചും അദ്ദേഹം അന്ത്യനാടുകൾ കഴിച്ചു. 2024 ജനുവരി 8-ന് വിട പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 94 വയസ്സായിരുന്നു. സാർത്ഥകവും സംതൃപ്തവുമായ ജീവിതത്തിനായിരുന്നു അന്ന് തിരശീല വീണത്. പാട്ടിന്നു കൂട്ടായുണ്ടു പൊൻകുരുന്നോലെ കുഴലുമോ കൊട്ടും തുടിയും കുടവും കാട്ടുപുൽത്തണ്ടിലൂറും ശ്രുതിയും സപ്തസ്വര സുന്ദരിമാർക്കോലും കച്ചമണിയും ചിലമ്പും ഇക്കളിത്തട്ടിൽ ഇരിക്കാൻ പോരൂ ഇത്തിരി നേരമൻ തട്ടേ ഇത്തിരി നേരമൻ തട്ടേ ആ